ഹായ് ഹലോ നമസ്തേ. ട്രിവിയൻ കപ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭീമാപ്പള്ളി ഉറൂസ് ആശംസകൾ. അതെ, നമ്മുടെ ഭീമാപ്പള്ളി ഉറൂസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഓരോരോ തിരക്കായതുകൊണ്ട് എനിക്ക് തുടക്കത്തിലൊന്നും വരാൻ പറ്റിയില്ല. ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ ഉറൂസ് കഴിയാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാമെന്ന് കരുതി. കാണുക മാത്രമല്ല, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ. ഉറൂസിന് കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള 11 ദിവസം ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. വേറെ വൈബാണ്. നമ്മുടെ ഭീമാപ്പള്ളിയും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കളർ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷൻ ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒത്തിരി പേരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഉറൂസ് കാണാനായിട്ട്. ഓരോ ദിവസവും ആൾക്കാരുടെ തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ മുൻപത്തെ വർഷങ്ങളെക്കാട്ടിയും ഇപ്രാവശ്യം നല്ല രീതിയിലാണ് അവർ ഒരുക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. 2022 ഉറൂസാണ് ഞാനും ആളും അവസാനമായി കണ്ടത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, മാളും ബുബും വന്നിട്ടില്ല. അപ്പോൾ അടുത്ത വർഷത്തെ ഉറൂസിന് വരുമ്പോഴെങ്കിലും അവരെ കൂടി കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കടകളാണ് കേട്ടോ ഇപ്രാവശ്യം ഇവിടെ ഉള്ളത്. എല്ലാ കടയിലും നല്ല ആൾത്തിരക്ക് തന്നെയുണ്ട്. ഫുഡ് കഴിക്കാനായിക്കോട്ടെ, അല്ലാതെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാനായിക്കോട്ടെ, ചെറിയ ചെറിയ സ്നാക്സുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, ഒത്തിരി കടകളാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. മലബാർ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും നമ്മുടെ തനി നാടൻ തിരുവനന്തപുരത്തെ ഫുഡുകളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും എല്ലാം ഇവിടെ ഫുഡ് കോർട്ടിലും ചെറിയ ചെറിയ കടകളിലുമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മൃദുവായതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനോ ഒന്ന് ടേസ്റ്റ് നോക്കാനോ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഭീമ ബേബി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ മകനും സൗദി അറേബ്യയിൽ നിന്നും മതപ്രചാരണത്തിനും ആതുര സേവനത്തിനും വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ ആദ്യമായി വന്നത് മലബാറിലാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് എത്തി അവർ താമസിച്ചതും അവരുടെ സേവന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരാണ് അവരുടെ ആതുര ശുശ്രൂഷ അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. അപ്പോൾ രാജഭരണകാലം ആയതുകൊണ്ട് തന്നെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവരുടെ മകന് കൊല്ലപ്പെടുകയും ആ മകൻ കൊല്ലപ്പെട്ട് 40-ാം ദിവസം ഭീമാ ബേബി മരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവരുടെ 2 പേരുടെ ഖബർ അടക്കിയത് ഈ ഭീമാപ്പള്ളിയിലാണ്. ആ ഒരു ഭീമാപ്പള്ളി അവരുടെ ഓർമ്മ ദിവസമാണ് ഭീമാപ്പള്ളി ഉറൂസായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 11 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവമായിട്ടാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ദിവസവും ഒത്തിരി പേരാണ് അവരുടെ രോഗശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഭീമാപ്പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത്. അത് നാനാ മതത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതൊരു ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പള്ളി മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരും ഇവിടെ പ്രാർത്ഥിക്കാനും ഇവിടുത്തെ ഉറൂസ് കാണാനും വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഞാൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടാണ് ഞാൻ ഉറൂസ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതൊരു മത സൗഹാർദ്ദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലവും ഉത്സവം തന്നെയാണ് കേട്ടോ. പല പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാളുകളും കടകളാണ് കേട്ടോ ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും വില കുറവിൽ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും.
ഇപ്പോൾ ഉറൂസ് മാത്രമല്ല, ആറ്റുകാൽ ഉത്സവം ആയിക്കോട്ടെ, വെട്ടുകാട് പള്ളിയിലെ ഉത്സവം ആയിക്കോട്ടെ, എല്ലാം ഇതുപോലുള്ള സ്റ്റാളുകളും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വില കുറവിൽ തന്നെ നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും. കൊച്ചു കുട്ടികളുമായിട്ട് ഇതുപോലുള്ള സ്റ്റാളുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അവർക്ക് ഏതെടുത്താലും മതിയാവാത്ത രീതിയിലുള്ള കളക്ഷൻസാണ് ഇവിടെ കളിപ്പാട്ട് സെക്ഷനിൽ ഒരുക്കിയിട്ടുള്ളത്. നല്ല വില കുറവിൽ തന്നെയാണ് ഇവിടെ ഓരോ കളിപ്പാട്ടവും ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇവിടുത്തെ ദർഗാ ഷെരീഫിന്. വിശേഷപ്പെട്ട 2 കിണറുകൾ ഈ പള്ളിയോട് ചേർന്നുണ്ട്. ഒരു കിണറ്റിലെ ചൂടുവെള്ളവും ഒരു കിണറ്റിലെ തണുത്ത വെള്ളവും. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ആൾക്കാർ അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഔഷധ ഗുണമുള്ള വെള്ളമാണ് അതെന്നാണ് ആൾക്കാർ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ബൻ മസ്കയും ഇറാനി ചായയും ഇവിടെ ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് അളവിലാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറാനി ചായയും ബൻ മസ്കയും കഴിക്കാം കേട്ടോ. ഈ കാണുന്നതാണ് ചന്ദനക്കുടം. ഈ ദർഗാ ഷെരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചകളിലൊന്നാണ് കേട്ടോ ചന്ദനക്കുടം നേർച്ച. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനും രോഗശാന്തിക്കും വേണ്ടിയിട്ട് ആൾക്കാർ ഈ ചന്ദനക്കുടം തലയിലും ചുമന്ന് 3 പ്രദക്ഷിണം നമ്മുടെ ഈ ദർഗാ ഷെരീഫിന് ചുറ്റുമായിട്ട് പ്രദക്ഷിണം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് വിശ്വാസം കേട്ടോ. അതുമാത്രമല്ല, വിശേഷപ്പെട്ട ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന പലഹാരത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഞാനും ഇവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് പലഹാരങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് വാങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 50 രൂപ മുതൽ ഈ മിക്സ് ചെയ്ത പലഹാരങ്ങൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും കേട്ടോ. 1ഉം 2ഉം അല്ല, ഒരുപാട് കടകളുണ്ട് ഈ പലഹാരം വിൽക്കാൻ വേണ്ടി മാത്രം അടുത്തടുത്തായിട്ട് കേട്ടോ. നമ്മുടെ ഈ ചേട്ടനും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനൊരു സ്വാമി ശരണം പറഞ്ഞിട്ട് ഞാനും വീട്ടിലത്തേക്ക് പലഹാരം വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. He thought I
പള്ളിയുടെ അകത്തേക്ക് കയറും മുമ്പ് നമ്മുടെ കൈയും കാലും മുഖമെല്ലാം കഴുകിന് ശേഷമാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, വളരെ പ്രത്യേകതയുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യേ. ഇതുവരെയും ഭീമാപ്പള്ളി ഉറൂസ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭീമാപ്പള്ളിയിലോട്ട് വന്നോളൂ കേട്ടോ. കാരണം ഇനി വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഭീമാപ്പള്ളി ഉറൂസ് കൊടി ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒരുപാട് ലേറ്റായതിനു ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാൻ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.